ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നൈസായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു കപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് നാളികേരം ചിരകിയതാണ്. പിന്നെ ഒരു 1/4 കപ്പോളം ചോറ്, നമ്മൾ കഴിക്കാനെടുക്കുന്ന ചോറ്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാളികേര വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേര വെള്ളത്തിന് പകരം സാധാ വെള്ളം ചേർത്ത് കൊടുക്കാം, പക്ഷെ നാളികേര വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇളനീർ വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ആ വെള്ളം നമ്മൾ കുറച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ബാറ്റർ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ നൈസായിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാനെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഈ ഒരു ബാറ്റർ അടിച്ചെടുക്കണം. ഒത്തിരി നേരമല്ല, ജസ്റ്റ് ഒന്ന് അടിക്കുക വേണ്ട, ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. അങ്ങനെ അടിക്കുന്ന സമയത്ത് മൂടിയുടെ ഒട്ടി പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈസ്റ്റ് ഇട്ടതിന് മീതൊക്കെ കുറച്ച് മാവൊന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് ഒത്തിരി നേരം അടിക്കരുത്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് മാവ് പൊളിച്ച് പോവും. ഇനി അതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ്, ആ ഒരു കളർ കിട്ടാനായിട്ട്. അപ്പോൾ ബീട്രൂട്ട് നമ്മൾ ചെറിയ തൊലി കളഞ്ഞ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് നല്ല ഒരു ലേശം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സ് മുഴുവനായിട്ടും നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയോ തരികളോ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ ബീട്രൂട്ട് അരച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ മാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ബാറ്ററിൻ്റെ കളർ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, മൂടി ചടച്ച് മാറ്റി വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു. മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളെയും ക്ലൈമറ്റിനനുസരിച്ചിട്ട് മാവ് പൊങ്ങാനുള്ള സമയവും വ്യത്യാസപ്പെടും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിക്കൂറിനോടടുത്ത് അത് ആയപ്പോഴാണ് നല്ലതുപോലെ അത് പൊങ്ങി വന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വെളിച്ചെണ്ണയോ നെയ്യോ തേച്ച് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തേച്ചെടുക്കുന്നുണ്ട്. ഒരു കിണ്ണത്തിൽ വെളിച്ചെണ്ണ തേച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ആ ഒരു കിണ്ണത്തിന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു പകുതി വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലാണ് അത് നല്ല രസമായിട്ട് അങ്ങനെ പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ 2 കിണ്ണത്തിലാണ് എനിക്ക് ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു വെച്ചിട്ടുള്ള ആ കിണ്ണം ആ സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ച് അടച്ചിട്ട് 10 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലതുപോലെ ആവി കയറ്റിയെടുക്കണം. വെന്ത് വന്നപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പിങ്ക് വട്ടയപ്പം പോയിട്ട് ഒരു പീച്ച് കളറായിട്ടോ. എന്താ ഇതിങ്ങനെ കളർ ചേഞ്ച് ആയെന്ന് അറിയില്ല. വെന്തപ്പോൾ കളറ് മാറിയതാണെന്ന് വിചാരിക്കുന്നു. ഒരു പീച്ച് വട്ടയപ്പമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കത്തിക്കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കി ഉള്ളു വെന്തിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. വെന്തിട്ടില്ലെങ്കിൽ അല്പം നേരം കൂടി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു വട്ടയപ്പം. അപ്പോൾ വട്ടയപ്പം എടുത്തു. വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എളുപ്പം നമുക്ക് ആ ഒരു കിണ്ണത്തിൽ നിന്ന് വിട്ട് കിട്ടി കേട്ടോ. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 2 വട്ടയപ്പം നമുക്ക് ബീട്രൂട്ട് വട്ടയപ്പം കൂടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഈ ഒരു വട്ടയപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒത്തിരി വെറൈറ്റി വട്ടയപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.